രാമൻ എത്രത്തോളം വലിയ പ്രതീകമാണ്, സങ്കല്പമാണ് ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ചുമെന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ കാഴ്ചകൾ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. പ്രത്യേകിച്ചും ഗ്രാമാന്തരങ്ങളിൽ രാമൻ എന്നത് എല്ലാത്തിനും മേലുള്ള ഒരു അവരുടെ സങ്കല്പവും ദേവതയുമാണ്. എങ്ങനെയാണ് ഇന്നത്തെ ദിവസത്തെ രാമൻ്റെ ജന്മസ്ഥലത്തേക്കുള്ള രാമൻ്റെ തിരിച്ചുവരവെന്ന നിലയ്ക്ക് വിശ്വാസികൾ കൊണ്ടാടുന്നത്? ദിവിഷ, ഇന്ത്യയിലുടനീളം ആയിരക്കണക്കിന് രാംപൂർ എന്ന ഗ്രാമങ്ങൾ, രാമപുരം എന്ന അർത്ഥത്തിൽ വിളിക്കുന്ന ആയിരക്കണക്കിന് ഗ്രാമങ്ങളുള്ള ഒരു സ്ഥലമാണ് ഇന്ത്യ. അയോധ്യയിലെ പഴയ രാജാവ് പറഞ്ഞ വാക്കുകൾ തന്നെയാണ്, അയോധ്യയിലേക്ക് രാമൻ മാത്രമല്ല സീതയും തിരിച്ചെത്തിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവിടുത്തെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്, സീത അന്തർധാനം ചെയ്ത് പോയതോടൊപ്പം ഐശ്വര്യവും ലക്ഷ്മി ദേവിയും അയോധ്യയെ കൈയൊഴിഞ്ഞു, ഇപ്പോൾ സീത കൂടി തിരിച്ചെത്തുന്നു എന്ന വിധത്തിലാണ് അവിടെ ആ ഒരു അർത്ഥത്തിലാണ് പറയുന്നത്. കാരണം അതിനുശേഷമാണ് ശ്രീരാമൻ ഐ സരയു കൈക്കൊള്ളുക നിൻ സ്വച്ഛ ശാന്തമാം ആത്മഹൃദത്തിൻ അഗാധതയിൽ എന്നെയും എന്നൊക്കെ പറയുന്ന വിധത്തിൽ സരയുവിൽ ശ്രീരാമനും അന്തർധാനം ചെയ്യുന്നത്. അത് ഈ ഭൂമിയും ആകാശവും തമ്മിലുള്ള ഒരു ബന്ധം എന്ന വിധത്തിലൊക്കെയാണ് പുരാണങ്ങൾ ഇതിനെ വിലയിരുത്താറുള്ളത്. അപ്പോൾ അത്തരത്തിൽ സരയുവിലേക്ക് ശ്രീരാമൻ പോകുമ്പോൾ സീതയില്ലാതെ ശ്രീരാമന് മറ്റൊരു അസ്തിത്വമില്ല. ജനഹിതം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന രാജാവാണ്, നിയമങ്ങൾ സൃഷ്ടിച്ച രാജാവാണ്, ഒരു സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് അതിൻ്റേതായ മാർഗങ്ങൾ നിർദ്ദേശിച്ച രാജാവാണ്. പക്ഷേ രാമന് എപ്പോഴും മനസ്സിൽ സീത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സീത അന്തർധാനം ചെയ്യുമ്പോഴും രാമ രാമ എന്ന വിധത്തിൽ തന്നെയാണ് അത് അത്തരത്തിൽ അവർ തമ്മിലുള്ള ഒരു പരസ്പര പൂരകമായ ഒരു കാര്യമുണ്ട്. 3 ഘട്ടത്തിലാണ് രാമായണത്തിൽ ശ്രീരാമൻ കരയുന്നത്. അത് ഒന്ന്, സീതാദേവിയെ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ശ്രീരാമൻ ലങ്കയിലേക്ക് കൊണ്ടുപോയി എന്നറിയുന്ന ഘട്ടത്തിലാണ്. അതിൻ്റെ തുടർച്ച പിന്നീട് സംഭവിക്കുന്നത് അവസാനത്തെ കരച്ചിൽ സീതാദേവിയുടെ അന്തർധാന ഘട്ടത്തിലാണ്. രണ്ടാമത്തേത് സീതയെ ഉപേക്ഷിക്കേണ്ടി വരുമ്പോഴാണ്. ഈ ഘട്ടത്തിനപ്പുറത്ത് സീതയും രാമനും തമ്മിലുള്ള ഒരു സാമഞ്ജസ്യം അതുകൂടി രാമായണത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അയോധ്യയിലേക്ക് ഇപ്പോൾ വരുമ്പോൾ, നേരത്തെ ദിവിഷും അനൂപും ഒക്കെ പറയുന്നത് പോലെ, ബാലു നേരത്തെ പറഞ്ഞതുപോലെ, ഇന്ത്യയുടെ പല ഭാഗത്ത് നിന്നുള്ള കാര്യങ്ങളാണ് അയോധ്യയിൽ ഇന്ന് പ്രതിഷ്ഠയ്ക്കായിട്ട്, അതോടൊപ്പം തന്നെ അതിൻ്റെ വിവിധ ചടങ്ങുകൾക്കായിട്ട് എത്തിച്ചിരിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അരി കൊണ്ടുവരുന്നത് ഛത്തീസ്ഗഡിൽ നിന്നാണ്. ഛത്തീസ്ഗഡിലെ ഒരു അരിയുടെ പേര് തന്നെ രാംലഖൻ എന്നാണ്. രാമലക്ഷ്മണന്മാർ എന്ന അർത്ഥത്തിൽ രാംലഖൻ എന്നാണ് ഛത്തീസ്ഗഡിലെ അരിയുടെ പേര്. അവിടെ നിന്നാണ് ഈ അരി കൊണ്ടുവരുന്നത്. പറഞ്ഞപ്പോൾ ഒറ്റ കാര്യം, ഛത്തീസ്ഗഡിൽ രാമനാമി എന്ന ഒരു വിഭാഗമുണ്ട്. അത് ഉത്തരേന്ത്യയിൽ മുഴുവൻ റാം 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 എന്ന് പച്ച കുത്തിയവരാണ്, മുഖത്തും ശരീരമാസകലും, അല്ലെ? അതെ. അതിനപ്പുറത്ത് ഞാൻ ഈ അരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അത് ഒരു അരിമണി, ഒരു നെന്മണിക്കുള്ളിൽ 2 അരിമണിയുള്ള ഒരു പ്രത്യേകതരം വിത്താണത്. അതിൻ്റെ പേര് രാംലഖൻ എന്നാണ്. ഒന്നിനുള്ളിൽ 2, അത് പിരിയാത്ത സഹോദരന്മാർ എന്ന വിധത്തിലാണ് അത് കാണുന്നത്. നമുക്കിവിടെ ജടായുപ്പാറയുള്ള പോലെ തന്നെ രാമായണത്തിൽ പറയുന്നത് വിന്ധ്യാതടത്തിലേക്ക് കടന്നെത്തുമ്പോഴാണ് അത് കുറച്ചുകൂടി അപകടമേറിയ കാടാണ്. അവിടേക്ക് വരുമ്പോൾ ജടായു അവർക്ക് മീതെ സദാ നിരീക്ഷിച്ചുകൊണ്ട് പറന്നിരുന്നു. ആ ഘട്ടത്തിലാണ് രാമൻ കൊണ്ടുപോകുമ്പോൾ തടയാനായിട്ട് ജടായുവിന് എത്താൻ പറ്റുന്നത് എന്നാണ്. അതിന് ഇന്ത്യ മുഴുവൻ ഐതിഹ്യങ്ങൾ. അവിടെയാണ് അല്പസമയത്തിനകം പ്രാണപ്രതിഷ്ഠ എന്ന വിധത്തിൽ നേത്രോന്മീലനം നടക്കുന്നത്. അപ്പോൾ അവിടെ അതിൻ്റെ അത് എല്ലായിടത്തും ഉണ്ട്, എല്ലാ പ്രതിഷ്ഠയിലും ഉള്ളത് തന്നെയാണ് ഈ നേത്രോന്മീലനം. അതിൻ്റെ നേരത്തെയുള്ള കുറേ വ്യത്യാസങ്ങൾ, രാമാനുജ സമ്പ്രദായത്തിലെ വ്യത്യാസങ്ങളാണ് അവിടെയുള്ളത്. പക്ഷേ ഇവിടെ ഇതിനു ശേഷം രാമൻ കുറച്ച് ഉന്മീലിത നേത്രനാകുന്നു എന്ന് പറയുമ്പോൾ ആ മുഹൂർത്തത്തിന് ഒരു സവിശേഷതയുണ്ട്. ആ ബാലനായ രാമനാണ് അവിടെ വരുന്നത്, പ്രാണൻ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അന്നപ്രാശനത്തിന് ചേരുന്ന വിധത്തിൽ, ചോറൂണിന് പറ്റുന്ന വിധത്തിൽ മകയിര നാളാണിന്ന്. അഭിജിത്ത് മുഹൂർത്തം എന്ന വിധത്തിലാണ് ജ്യോതിഷികൾ ഇതിനെ കാണുന്നത്. ഏറ്റവും ശുഭകരമായ മുഹൂർത്തം എന്ന സങ്കല്പമാണ് അതിലുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് വിശ്വാസത്തിൻ്റെ ഒരുപാട് മേഖലകളെ സംയോജിപ്പിച്ചുകൊണ്ട് അത് എല്ലാം ചേരുന്ന ഏറ്റവും നല്ല മുഹൂർത്തം എന്ന വിധത്തിലാണ് ഇന്നത്തെ ഈ അഭിജിത്ത് മുഹൂർത്തത്തെയും ഈ അന്നപ്രാശന വേളയെയും ഒക്കെ കാണുന്നത്. അത് പുതിയൊരു തുടക്കം എന്ന വിധത്തിൽ കാണുന്നു. ദിവിഷ, എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു സമൂഹത്തിനും, ഞാൻ നേരത്തെയും പറഞ്ഞു രാമൻ രമിപ്പിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു, ഒരു സമൂഹത്തിനും എല്ലാ കാലത്തും
തർക്കങ്ങളുമായി മുന്നോട്ട് പോകാനാവില്ല. അതുകൂടി കണ്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ വിധത്തിലൊരു വിധിയുണ്ടാകുകയും അതിൻ്റെ തുടർച്ചയായി ഇന്ന് അയോധ്യയിൽ ക്ഷേത്രം ഉയരുകയും ചെയ്യുന്നത്. അപ്പോൾ അതിന് ഏറ്റവും നല്ല മുഹൂർത്തം നിശ്ചയിക്കുന്നു. അത് പക്ഷേ അയോധ്യ എന്ന് പറയുന്ന ഇടത്തെ അതിൻ്റെ പഴയ, നേരത്തെ രാജാവ് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ഐശ്വര്യങ്ങൾ മുഴുവൻ തിരിച്ചെത്തിക്കുന്നു. ജനകന് സീതാമതി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ ബീഹാറിലുള്ള സീതാമടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് സീതയെ സ്വർണ്ണക്കലപ്പ കൊണ്ട് ഒഴുമ്പോൾ കിട്ടിയത് എന്ന് പറയുന്നുണ്ട്. ആ പ്രദേശത്ത് നിന്ന് അതടക്കമുള്ള ഐതിഹ്യങ്ങൾ ഇത് പരസ്പരം സംവേദനം ചെയ്യപ്പെടുമ്പോൾ അയോധ്യ പുതിയൊരു വലിയ ടൗൺഷിപ്പായി മാറുന്നു. 1000-ഓളം സ്റ്റാർ ഹോട്ടലുകൾ അവിടെ ഉണ്ടാവുന്നു. 5000-ഓളം പുതിയ ഹോട്ടലുകൾ ഉണ്ടാവുന്നു. സർവീസ് സെക്ടറിലും കൺസ്ട്രക്ഷൻ സെക്ടറിലും ഉണ്ടാകാൻ പോകുന്ന വലിയ വളർച്ച UP-യുടെ GDP-യെ വൻതോതിൽ മാറ്റും. ഇതിന് സമാനമായി തന്നെ വരും വർഷങ്ങളിൽ തൊട്ടപ്പുറത്ത് 30 കിലോമീറ്റർ അപ്പുറത്താണ് പുതിയ പള്ളി വരുന്നത്. ഇത് മറ്റൊരു കൺസ്ട്രക്ഷൻ ഭൂമിന് അവിടെ വഴിയൊരുക്കും എന്നുള്ളതാണ് UP സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഫലത്തിൽ അയോധ്യ ആ വിധത്തിൽ കൂടി കൂടുതൽ വളർച്ച നേടുന്ന ഇന്ത്യയിലെ മറ്റൊരു വലിയ നഗരമാകും. പ്രതിദിനം 1.5 ലക്ഷം പേരെങ്കിലും എത്തിച്ചേരുന്ന ഒരു ക്ഷേത്രം എന്ന വിധത്തിൽ ഇത് മാറുന്നു. അതിനപ്പുറത്ത് ലക്ഷക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായി ഇത് മാറുന്നു എന്നുള്ളതാണ്. ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് ശില്പകലയുടെ ഒരുപാട് അത്ഭുതങ്ങൾ ഒക്കെയുള്ള തീർത്ഥസ്ഥലികൾ എല്ലാ സമുദായങ്ങൾക്കും മാറ്റിവെച്ചിട്ടുള്ള സ്ഥലമാണ്. അത് ഏത് സമൂഹമായിക്കൊള്ളട്ടെ, ബൗദ്ധരാണെങ്കിലും ജൈനരാണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും എല്ലാ സമൂഹത്തിനും അത്രയധികം കാണാനുള്ള കാഴ്ചകൾ ഇങ്ങനെ ഉള്ളൊരു സ്ഥലമാണ് ഉത്തർപ്രദേശ്. അവിടേക്ക് പുതിയൊരു തുടക്കമാവുകയാണ്. അത് വിശ്വാസത്തിന്റെ വഴിയില്ലേ വികസനത്തിന്റെ മറ്റൊരു കുതിപ്പ് കൂടി അയോധ്യയിലൂടെ ഉത്തർപ്രദേശും കൂടി ആർജിക്കുന്നു. അത് രാജ്യത്തിനാകെ സ്വാഭാവികമായും വലിയ നേട്ടമുണ്ടാക്കും. എന്തായാലും രാമന്റെ ആ വിശ്വാസധാരയുടെ ചൂട് പിടിച്ചാണ് പ്രധാനമന്ത്രി തൃപ്രയാറടക്കം നമ്മുടെ കേരളത്തിലുള്ള ക്ഷേത്രങ്ങളിൽ എത്തിയത്. ഒപ്പം രാമേശ്വരത്തെ വിവിധ ക്ഷേത്രങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തിയത്, ഗോദണ്ഡ രാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത്, 22 തീർത്ഥക്കുളങ്ങളിലെ ജലവുമായി അദ്ദേഹം അയോധ്യയിലേക്ക് എത്തുന്നു. ഇനി വളരെ കുറച്ച് മിനിറ്റുകളേ ഉള്ളൂ പ്രധാനമന്ത്രി അയോധ്യയിൽ എത്തിച്ചേരാൻ.